നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം അതിൻ്റെ 5-9 വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. 2 Corinthians chapter 5 and 9. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ അഭിമാനം മറ്റൊന്നുമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങളുണ്ടെങ്കിലും അവിടെ പറയുന്നു മേക്ക് ഇറ്റ് അവർ എയിം, ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് therefore we make it our aim, whether present or absent, to be pleasing to him. പ്രധാന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടാത്ത അനവധി ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അത്ര എളുപ്പമല്ല. സ്തോത്രം. എന്നാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ അത്ര എളുപ്പമല്ല. എങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണമെങ്കിൽ അസാധ്യമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുന്നവരായി മാറുവാൻ കഴിയണമെങ്കിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ ആയിത്തീർന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം, ഞങ്ങളുടെ പ്രധാന ആഗ്രഹം, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുന്നതാണ്. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളുള്ളവരെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയും. നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയും. പാസ്റ്ററിന് സഭയിലായിരിക്കും ദൈവമക്കളെ പ്രസാദിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ദൈവസഭയിലായിരിക്കുന്നവർക്ക് അന്യോന്യം പ്രസാദിപ്പിക്കാൻ കഴിയും. പലരോടും നമുക്ക് മുഖസ്തുതികൾ പറഞ്ഞ് നമുക്ക് അനേകരെ പ്രസാദിപ്പിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി നമുക്ക് അനേകരെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സത്യദൈവത്തെ, നമ്മളെ ജീവനെ വീണ്ടെടുത്ത ആ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാക്കി ആയി മാറുവാൻ ഇടയാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച അനവധി വ്യക്തിത്വങ്ങൾ ബൈബിളിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഹാനോക്ക്. വചനത്തിലൂടെ നോക്കുമ്പോൾ ഹാനോക്കിനെ ഹെബ്രായക്കാർക്ക് ലേഖനം 11:5 പറയുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ര പെട്ടെന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല, ഒരു മാസം കൊണ്ട് കഴിയത്തില്ല, പക്ഷേ ചില വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷേ ആ വർഷങ്ങളിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തുള്ള ഒരു ദൈവപ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ചിലതൊക്കെ ലഭിക്കും, പക്ഷേ അതിനപ്പുറത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ഗ്രഹിച്ചിട്ടില്ല. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നതിന് വിശ്വാസമാണ്. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു
കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ഗ്രഹിച്ചിട്ടില്ല ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ ദൈവത്തെ ഹെബ്രായക്കാർക്ക് ലേഖനം 11:5 പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അതെ, ഹാനോക്ക് ഒരു ദിവസം കൊണ്ടല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചത്. ഹാനോക്ക് ഏകദേശം 365 വർഷമാണെന്ന് തോന്നുന്നു ദൈവത്തോടു കൂടെ 300 വർഷം ദൈവത്തോട് എനിക്ക് തെറ്റുപറ്റി. ആമേൻ. അപ്പോൾ 300 വർഷം ദൈവത്തോട് ചേർന്ന് ഹാനോക്ക്, അതെ 365 വർഷം ദേശം ഹാനോക്ക് ജീവിച്ചു. 65-ാം വയസ്സിന് ശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 300 വർഷം എടുത്തു ദൈവത്തിന് യഥാർത്ഥത്തിൽ ഹാനോക്കിനോടൊരു പ്രസാദം തോന്നാൻ. പക്ഷേ ഹാനോക്കിനോട് പ്രസാദം തോന്നിയ ദൈവം ഹാനോക്കിനെ ഭൂമിയിൽ നിർത്തിയില്ല. ദൈവം ഹാനോക്കിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. സ്തോത്രം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആമേൻ പൈശാചിക മണ്ഡലത്തിനും അറിയത്തില്ല, ആമേൻ നമുക്കും അറിയത്തില്ല. പക്ഷെ അറിയുന്ന ഒരുവരുണ്ട്. ആ ദൈവം നമ്മുടെ മധ്യമുള്ളതിനായിട്ട് എത്ര ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എത്ര പറയുന്ന വിശ്വാസം വരുന്ന കഥാവിനെ ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്. ഭരണം എൻ്റെ ജീവിതത്തിലെ പ്രധാന എയിം ഉണ്ടെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, എൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ മാത്രം കഥാവെ എന്നെ ആക്കി തീർക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൈവം ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണങ്ങൾ നടക്കണമെങ്കിൽ ഈ ദിവസങ്ങളിലെ ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന് പ്രസാദമായ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ ഹാനോക്ക് അവൻ നിന്നിരുന്ന സ്ഥലം, നിന്നിരുന്ന ഒരു അവസ്ഥ, അത് എല്ലാം പ്രതികൂലത്തിൻ്റെ മണ്ഡലമാണ്. പലരും ദൈവത്തെ ഇട്ടിട്ട് പോകുന്ന മണ്ഡലത്തിലാണ്. പക്ഷെ ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു. ആരെല്ലാം ദൈവത്തെ ഇട്ടിട്ട് പോയാലും, ആരൊക്കെ ദൈവത്തെ ത്യജിച്ചിട്ട് പോയാലും, ആരൊക്കെ ഈ സത്യോപദേശത്തിൽ നിന്ന് മാറിപ്പോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കും. ഹല്ലേലൂയ. ചുറ്റുമുള്ളവർ അമ്മായിയപ്പനോ അമ്മായിയമ്മയോ സ്തോത്രം, എൻ്റെ ചുറ്റും അമ്മാച്ചനോ സ്തോത്രം ആരുമാകട്ടെ, ആമേൻ, അടുത്തുള്ള അയൽപക്കംകാരോ കൂട്ടുകാരോ വീട്ടുകാരോ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, എൻ്റെ സമൂഹത്തിലുള്ളവരായിരിക്കാം, അവർ എന്തൊക്കെ ആണെങ്കിലും, എന്തൊക്കെ ആമേൻ സ്തോത്രം ആരെയൊക്കെ പ്രസാദിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ മധ്യേ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ. അങ്ങേ പ്രസാദിപ്പിക്കാൻ ചില മണ്ഡലങ്ങളിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിക്കുവാനുള്ള ആ ദൈവകൃപ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതാ ചില ദൈവപ്രവൃത്തികൾ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ സ്വയമായിരിക്കുന്നു. ചില കാത്തിരിപ്പുകൾക്കൊരു അന്ത്യം വരാൻ പോവുകയാണ്. ചില വാതിലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇരിക്കേണ്ട ചില മണ്ഡലങ്ങളിൽ ദൈവം ഇരുത്തുന്ന നാളുകളുണ്ടെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരുന്നു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ 120 വർഷം നടന്നുവെന്ന് പറയുന്നു. പക്ഷേ അതിന് അന്ത്യത്തിൽ സകലരും തകർന്നു പോയപ്പോഴും നോഹയുടെ പെട്ടകം മാത്രം വെള്ളത്തിൻ്റെ മീതെ ഒഴുകി നടന്നപ്പോൾ ഈ ദിവസങ്ങളിലും പലരും ആമേൻ നമ്മളെ കളിയാക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഇന്ന് കളിയാക്കുന്നവരുണ്ട്, ഇന്ന് വിരൽ ചൂണ്ടുന്നവരുണ്ട്, ഇന്ന് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നവരുണ്ട്. പക്ഷേ ഒരു ദിവസം വരുന്നുണ്ട്, ഹല്ലേലൂയ, എൻ്റെ പെട്ടകം ആമേൻ സ്തോത്രം തകർച്ചയ്ക്ക് മേലെ ഉയരുന്ന ദിവസമുണ്ട്. പലരും തകരുന്ന മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങളിൽ എന്നെ ഉയർത്തുവാനും മാനിക്കുവാനും ഞാൻ എത്തേണ്ട സ്ഥാനത്തിന് എത്തിക്കാനും കഴിയുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് നോഹ ഈ ദിവസങ്ങളും ദൈവത്തെ സേവിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ആമേൻ ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കനായി നടക്കുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലും അതേ സ്തോത്രം ഒരു സമയം വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. സ്തോത്രം. 1-2 കൊരിന്ത്യർ 5:10 പറയുകയാണ്, ആമേൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഒരു റിവാർഡുണ്ട്. ഇപ്പൊ ദൈവത്തെ പ്രസാദിപ്പിച്ച പത്രോസ് ചോദിച്ചവരെ, ഞങ്ങൾ നിന്നെ എല്ലാം വിട്ടു, ഞങ്ങൾ വീട് വിട്ടു, ഞങ്ങൾ നാട് വിട്ടു, കൂട് വിട്ടു, ആമേൻ, നാമധേയ കൂട്ടം വിട്ടു, അതേ ഭാര്യയെ വിട്ടു, വല വിട്ടു, പടക് വിട്ടു, ഞങ്ങളെല്ലാം വിട്ടു നിന്നെ പിന്തുണച്ചു. പക്ഷെ ഞങ്ങൾക്ക് എന്തോന്ന് കിട്ടിയെന്ന് പത്രോസ് ചോദിച്ചപ്പോൾ യേശു പറയും, നിനക്കൊരു പ്രതിഫലമുണ്ട്.
ഹല്ലേലൂയ. ഒരു പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസമാണ്. ദൈവത്തെ പിൻപറ്റിയവന് പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ശൂന്യമായ പടകിനെ ഇന്നും നിറയ്ക്കാൻ കഴിയുന്ന ദൈവമാണ്. എൻ്റെ ഈ ദിവസം എൻ്റെ മുന്നോട്ടുള്ള ഗമനാഗമനങ്ങളെ സ്ഥിരമാക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ കിട്ടിയെങ്കിൽ വായിക്കാം 2 കൊരിന്ത്യർ 5:10. ആമേൻ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അല്പം ഭയപ്പെടുത്തുന്ന വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ നേരെ താഴെ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ്. അവിടെ പറയുകയാണ്, ഒരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആമേൻ. അപ്പോൾ നമ്മൾ എന്തെല്ലാം ശരീരത്തിൽ ചെയ്താലും മനുഷ്യന് ഒരുപക്ഷെ പ്രസാദിപ്പിക്കുന്നത് ചെയ്താൽ നമുക്ക് ഭൂമിയിൽ ഒരുപക്ഷെ കിട്ടുമായിരിക്കും. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഒരുവൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ടാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ദൈവമക്കൾക്ക് വേണ്ടി ഒരു പ്രതിഫലമുണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. മരിച്ച ആരെയും ആമേൻ സ്തോത്രം എന്തെങ്കിലും പ്രാർത്ഥിച്ച് ആമേൻ മുകളിലോട്ട് കയറ്റിവിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരുവന്റെ മരണത്തോടെ അവന്റെ ജീവനോടുകൂടെ അവന്റെ പ്രവൃത്തി തീരുകയാണ്. പിന്നെ ഓരോരുത്തൻ ശരീരത്തിൽ ആമേൻ അത് വിതച്ചത് തീയതാകിലും ആമേൻ നല്ലതാകിലും ആമേൻ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ എല്ലാവരും അവിടെ വെളിപ്പെടുമ്പോൾ സ്തോത്രം ദൈവത്തിന് മുമ്പിൽ മകനെ മകളെ എന്ന് കേൾക്കുവാൻ നമ്മുടെ പേര് വിളിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന് മുമ്പിൽ ഈ ദിവസങ്ങളിലും വിശുദ്ധിയോടെ ഭയത്തോടെ നമ്മൾ നടക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ദിവസങ്ങൾ ചിലത് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏകദേശം 30 വർഷത്തോളം യേശുക്രിസ്തു താണ അവസ്ഥയിൽ നടക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും യോർദാനിൽ യേശുക്രിസ്തു മുങ്ങിപ്പൊങ്ങുമ്പോൾ അവിടെ തിരുവചനം പറയുന്നു, ആമേൻ, പിതാവിങ്കിൽ നിന്നൊരു ശബ്ദം വന്നു, ഇവൻ എൻ്റെ ആരാണ്? പുത്രനല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു രോഗിയെ സൗഖ്യമാക്കിയതുകൊണ്ടല്ല ആമേൻ പിതാവ് പ്രസാദിച്ചത്. യേശു ആമേൻ ഒരു മരിച്ചവരെ ഉയർപ്പിച്ചതുകൊണ്ടല്ല പിതാവ് പ്രസാദിച്ചത്. യേശുവിന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതം കണ്ട് കർത്താവ് ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ താണിരിക്കുന്നത് കണ്ട് കർത്താവ് ഒരു ദൂതനെ പോലെ ഇറങ്ങി വന്നതല്ല. യേശു കർത്താവ് അതേ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് അതേ ഒരു മനുഷ്യ കുഞ്ഞായി ജനിച്ച് കയ്യും കാലും വളർന്ന് ശരീരം വളർന്ന് മനസ്സ് വളർന്ന് ആത്മാവ് വളർന്ന് ആത്മാവിൽ ബലപ്പെട്ട് യേശു ക്രിസ്തു ആമേൻ തൻ്റെ ഭൂമിയിലുള്ള പിതാവിനും ആമേൻ തൻ്റെ സ്വർഗീയ ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച പിതാവിനെയും ആമേൻ ഗർഭപാത്രം ചുമന്ന മാതാവിൻ്റെ പിന്നിലും കരത്തിൽ താണിരിപ്പാൻ യേശു തയ്യാറാകുമ്പോൾ ചുറ്റുവട്ടമുള്ളവർ അവനെ ആമേൻ ചില വാക്കുകൾ പറഞ്ഞ് അവനെ പരിഹസിക്കുമ്പോഴും ആഹസിക്കുമ്പോഴും അതിനൊന്നും പ്രത്യുത്തരം പറയാതെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മോശയുടെ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ദൈവത്തിന് മുമ്പിൽ നീതിയോടെ നിഷ്കളങ്കനായി നടക്കുന്ന യേശു 30 വർഷത്തോളം മാറ്റമില്ലാതെ ദൈവത്തിന്റെ കീഴിൽ ദൈവത്തിന്റെ ഘരത്തിന്റെ കീഴിൽ താണിരിക്കാൻ തയ്യാറാകുന്ന യേശു ജലസ്നാനത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ പിതാവ് പറഞ്ഞു, എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. എല്ലാവരും കാണുക, പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. യേശുക്രിസ്തുവിന് ഒരൊറ്റ ആഗ്രഹം പിതാവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. ആമേൻ. ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിട്ട് പോകാനാണ് പലരും ചർച്ചിൽ എന്ന് പിടിയിരിക്കുന്നവരല്ല കേട്ടോ. ആമേൻ. പ്രധാന മനുഷ്യൻ്റെ എല്ലാവരുടെയും ഉദ്ദേശം മിക്കവാറും അങ്ങനെ തന്നെയാണ്. ആമേൻ. വിശ്വാസികൾക്കാണ് ഇന്ന് മാറ്റം വന്നിരിക്കുന്നത്. പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിച്ചിട്ട് ആമേൻ സ്തോത്രം നമുക്ക് ആമേൻ ഭൗതിക നന്മകൾ കിട്ടി ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാനല്ല. ആമേൻ. പക്ഷേ ദൈവത്തെ യഥാർത്ഥത്തിൽ പ്രസാദിപ്പിച്ചാൽ നിലനിൽക്കുന്ന ചിലത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കാൻ തയ്യാറാകും. ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ
മുമ്പിൽ വരണ്ട. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ദൈവത്തോട് അതുല്യമായ ആമേൻ ഒരു അഭിവാഞ്ച നിമിത്തം, ഒരു ആവേശം നിമിത്തം എൻ്റെ കർത്താവിൻ്റെ കൂടെ എനിക്കായിരിക്കാമെന്നുള്ള ഒരു ദൈവിക ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നവനെ, ദൈവത്തെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിലും ഒരു പ്രതിഫലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. സമയം അല്പം മുന്നോട്ട് പോയെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. യോസേഫിനോട് ചോദിച്ചാൽ യോസേഫ് പറയും, എൻ്റെ ജീവിതത്തിൽ പലതും കിട്ടുമെന്ന് പ്രത്യാശിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ ഇസ്രായേലിൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനായി എനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിലും പൊട്ടക്കിണലും പത്മോസ് പൊത്തിഫോറിന്റെ ഭവനത്തിലും ഫറവോന്റെ അരമനയ്ക്കകത്തും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണം. നന്മ കിട്ടുമ്പോൾ ദൈവത്തെ മറന്നു പോകുവാനല്ല, നന്മ കിട്ടുമ്പോഴുമുള്ള ആഗ്രഹം കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്താലും പ്രസാദിപ്പിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതൊക്കെയും ദൈവനാമ മഹത്വത്തിനായി തീരണമെന്ന് ഇന്ന് ആഗ്രഹിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. കർത്താവേ, എൻ്റെ മഹത്വമല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഞാനൊരു ഹല്ലേലൂയ വാക്ക് പറയുന്നെങ്കിൽ പോലും അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ചിന്തകളെല്ലാം കർത്താവിൻ്റെ ചിന്തകളായി മാറുവാൻ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്ന് എന്നിൽ നിന്ന് വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ ആമേൻ. തിരുവചനം പറയുന്നു, യാബോക്കിന്റെ തീരത്ത് ദൂതനുമായി മൽപ്പിടിക്കുമ്പോൾ, സ്തോത്രം, യാക്കോബ് വിചാരിച്ചു യാക്കോബ് കൊടുത്ത സമ്മാനങ്ങൾ, യാക്കോബ് മുന്നോട്ട് വിട്ട ആട്ടിൻകൂട്ടങ്ങൾ അത് ഏശാവിനെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ തയ്യാറാണ് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഏശാവിൻ്റെ ഹൃദയത്തോട് ദൈവം ഓൾറെഡി ഇടപെട്ട് കഴിഞ്ഞു. സ്തോത്രം. കാരണം യാക്കോബ് ദൈവവുമായിട്ട് നേർന്നിരുന്നു. 28-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം യാക്കോബിനോട് പറയുന്നുണ്ട്, യാക്കോബേ, ഹല്ലേലൂയ, ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ ഒരു കല്ലെടുത്ത് തലയുടെ കീഴിൽ വെച്ചിട്ട് ആകാശത്തോട് നോക്കി നക്ഷത്രങ്ങളെ എണ്ണി ആമേൻ കിടക്കുന്നൊരു യാക്കോബ്. യാക്കോബ് വിചാരിച്ചു സകലതും നഷ്ടപ്പെട്ടു, ഇനി എല്ലാം അടഞ്ഞു, ഇനിയിപ്പോൾ ഒരു ഭാവിയില്ല എന്ന് ചിന്തിച്ചപ്പോൾ, ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാതിരുന്നപ്പോൾ, ദൈവത്തെ ആരാധിക്കാതിരുന്നപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഒരു പ്രത്യാശയും ഇല്ലാതിരുന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ഒരു ദൈവികമായ ഒരു ദർശനത്തെ യാക്കോബിന് കൊടുക്കുകയാണ്. ആമേൻ. അത് സമയമുള്ളപ്പോൾ വായിച്ചാൽ ഇതൊക്കെ സമയത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ. ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവിക ഒരു ദർശനം യാക്കോബിന് അവിടെ ഒരു സ്വപ്നം കാണുവാൻ ഇടയാകുമ്പോൾ അതിൻ്റെ മേൽ ദൈവം പറയുന്നുണ്ട്, ഇതിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്ന ഞാൻ നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പറക്കും. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നതൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തിനെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചത് ഞാൻ നിവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തം ദൈവം മറന്നുപോയിട്ടില്ലായിരുന്നു. യാക്കോബിന്റെ കഴിവോ മിടുക്കോ അല്ലായിരുന്നു, ദൈവത്തിൻ്റെ പ്രസാദം എബ്രഹാമിന്റെ ജീവിതത്തിന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് എബ്രഹാം മുഖാന്തരം ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം യാക്കോബിലൂടെയാണ് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നത്. യാക്കോബിലൂടെ തന്നെയാണ് ദൈവം കണ്ടത്, ഏശാവിലൂടെ അല്ലായിരുന്നു. പക്ഷേ യാക്കോബ് സ്തോത്രം ഒരു കുറുക്ക് വഴി യാക്കോബ് സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്രസാദം അവിടെ നഷ്ടപ്പെട്ടു പോകുവാനിടയായി.
യഥാർത്ഥത്തിൽ യാക്കോബ് തന്നെയാണ് ഇസ്രായേൽ ആകേണ്ട. നിന്റെ ഇളയവൻ മൂത്തവനെ സേവിക്കും ദൈവം ഓൾറെഡി ദൂത് പറഞ്ഞതാണ്. പക്ഷേ യാക്കോബിനെ ദൈവം ഈ വാഗ്ദത്തത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. കാരണം അബ്രഹാമിനോട് ചെയ്തൊരു ദൈവിക വാഗ്ദത്തം ദൈവം മറന്നുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ യാക്കോബിനെ സൂക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. പക്ഷേ യാക്കോബ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ സ്തോത്രം, നീ എനിക്ക് ഇങ്ങോട്ട് തന്നാൽ ഞാൻ അങ്ങോട്ട് തരാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അത് കഴിയുമ്പോൾ യാക്കോബ് ദൈവത്തിന് നേർച്ച നേരുന്നു. സ്തോത്രം. പലരും വിചാരിക്കും നമ്മൾ നേർച്ചയൊക്കെ കൊടുക്കുമ്പോൾ കർത്താവ് സ്വന്തം, നേർച്ചയൊന്നും കർത്താവിന് ആവശ്യം, നമ്മുടെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. സ്തോത്രം. യാക്കോബേ ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിൻ്റെ ജീവിതത്തെ ദൈവം കണ്ടത് യാക്കോബിനെ ഒരു ഇസ്രായേലായി മാറ്റുവാനായിരുന്നു. യാക്കോബിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തുവാനായിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിന് മേൽ ദൈവത്തിനൊരു പ്രസാദം കടന്നു വരുവാൻ വേണ്ടിയായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. അതിന് ഏകദേശം 20 വർഷത്തോളം എടുത്തു. പക്ഷേ ദൈവം മടക്കി വരുത്തി. സ്തോത്രം. എടുത്തുകൊണ്ട് പോയതെല്ലാം ദൈവം മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ലാബാൻ പറ്റിച്ചത് മുഴുവൻ മടക്കി കൊടുത്തു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞത് 20 വർഷത്തിന് ശേഷം യാക്കോബ് കൊടുത്ത ഒന്നുമല്ല, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. ദൈവത്തിൻ്റെ പ്രസാദം ഒരു യാക്കോബിൻ്റെ മേൽ വന്നപ്പോൾ, യാക്കോബ് ദൂതനുമായി മൽപ്പിടിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രസാദം യാക്കോബിൻ്റെ മേൽ ഉണ്ടായിരുന്നുകൊണ്ട് ഏശാവിൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ളവൻ്റെ ശത്രുവിനെ പോലും ദൈവത്തിന് മിത്രമാക്കുവാൻ സാധിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കള് ഇന്ന് പറയണം, എൻ്റെ നേരെ ഉയർന്നു നിൽക്കുന്ന, എനിക്ക് നേരെ ശത്രുത ചെയ്യുന്ന, എന്നെ തകർക്കുമെന്ന് വാദിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ചില കടുത്ത ഹൃദയങ്ങളെ ഈ ദിവസങ്ങളും മാംസമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രസാദം ഒരുവൻ്റെ മേൽ വന്നാൽ ഒരുത്തൻ്റെ വഴികൾ യാക്കോബിൻ്റെ കുറുക്ക് വഴികളായിരുന്നു. പക്ഷേ അവസാനം യാക്കോബ് ഒരു ഇസ്രായേലായി മാറുമ്പോൾ ദൈവത്തിൻ്റെ കരം യാക്കോബിൻ്റെ മേൽ പെനിയേൽ വെച്ച് ഇറങ്ങി വരുമ്പോൾ അവിടെ ദൈവം യാക്കോബിനെ ഒരു യഥാസ്ഥാനത്തിലേക്ക് മടക്കി വരുത്തുകയാണ്. പക്ഷേ ഏകദേശം 20 വർഷത്തോളം ദൈവം യാക്കോബിൻ്റെ ജീവിതത്തെ പരീക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. നമ്മളെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന, നമ്മുടെ ഉദ്ദേശങ്ങളെ അറിയുന്ന, ഇതിനകത്ത് നിന്ന് പ്രസംഗിക്കുന്ന എൻ്റെ ഉദ്ദേശത്തെ അറിയുന്ന, എൻ്റെ ഓരോ ചിന്തകളെ പോലും തിരിച്ചറിയുന്ന ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവല്ല. അവൻ്റെ കൺമുമ്പിൽ സകലതും നഗ്നതും സ്വതം ഈ ദിവസങ്ങൾ വെളിപ്പെട്ടുമിരിക്കുന്നു. യു കനോട്ട് ഹൈഡ് എനിത്തിങ് ഫ്രം ഗോഡ്. ദൈവത്തിന് മുമ്പിൽ നിന്നും മനുഷ്യനിൽ നിന്ന് എനിക്ക് പലതും മറച്ചു വെക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പ്രാവർത്തികം കൂടി ആക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, നമ്മുടെ ഓരോ ചിന്തകളെ പോലും തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യോസേഫിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ യോസേഫ് എവിടെയെല്ലാം കടന്നുപോയോ ദൈവത്തിൻ്റെ പ്രസാദം യോസേഫിൻ്റെ ഉണ്ടായിരുന്നു. അവിടെ ജനസിസ് 39:21 പറയുകയാണ്, എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നുവാൻ തക്കവണ്ണം അവന് ദൈവം കൃപ നൽകി. സ്തോത്രം. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ ഇറങ്ങി ജോലിക്ക് പോയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടങ്ങളുള്ളവരുടെ ഹൃദയത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ചില കടുത്ത ഹൃദയങ്ങളെ ദൈവം മാംസമാക്കുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗലാത്യർക്ക് ലേഖനത്തിൽ 1:10 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം ഇന്ന് നോക്കുന്നത് അഭിഷക്തന്മാരെ അല്ല, ദൈവത്തിന് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. സ്തോത്രം. നമ്മുടെ ചെറിയ കാര്യത്തിലും നമ്മുടെ വലിയ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നൊരു ദൈവമുണ്ട്. അത് ഗലാത്യർ 1:10 കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. അപ്പോൾ അവിടെ പറയുകയാണ്, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനല്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു ഒറ്റയ്ക്കായിരിക്കുമ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ട്
ദൈവം എനിക്കൊരു ശുശ്രൂഷയെ പരമേൽപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ചിലത് കരങ്ങളിൽ പരമേൽപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ വിശ്വസ്തരാണോ എന്ന് ദൈവം നോക്കും. ചെറിയ കാര്യങ്ങളായിരിക്കാം, ചെറിയ കൂട്ടായ്മയായിരിക്കാം, ചെറിയ ജോലിയായിരിക്കാം, ചെറിയ ബിസിനസ് ആയിരിക്കാം, ആമേൻ, ചെറിയ എന്തുമാകട്ടെ, അതിൽ നമ്മൾ വിശ്വസ്തരായി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, ചിലത് വിലയേറി ഈ ദിവസങ്ങൾ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഹല്ലേലൂയ, ഒരു പ്രതികൂലവും നിലനിൽക്കത്തില്ല. വിശ്വസിക്കുന്നവർ പറയണം, എൻ്റെ കൂടെ ദൈവം എനിക്ക് അനുകൂലം. ഒറ്റ കാര്യം ഉറപ്പിച്ചാൽ മതി. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ദൈവം എനിക്ക് അനുകൂലമാണോ? ആമേൻ. ഒരു കൂട്ടം എഴുന്നേറ്റ് വന്നാലും, ഒരു രാജ്യം നിനക്കെതിരെ എഴുന്നേറ്റാലും, ഹല്ലേലൂയ, മലകൾ ആമേൻ മാറി കടലിൽ ചെന്ന് നിബന്ധിച്ചാലും, ആ കടൽ തിരകൾ ആർത്തലച്ചനിക്ക് നേരെ വന്നാലും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എൻ്റെ മധ്യം ഉണ്ടെങ്കിൽ ഞാൻ തകരത്തില്ല. ഹല്ലേലൂയ. ആരൊക്കെ എനിക്കെതിരെ ആമേൻ എന്തെല്ലാം ഉയർത്തിയാലും, എനിക്കെതിരെ എത്ര പദ്ധതികൾ കുരുക്കിയാലും, ഇന്ന് വിശ്വാസത്തോടെ പറയാം, ദൈവം എനിക്ക് അനുകൂലമാണോ എന്ന് ഒറ്റ കാര്യം ഉറപ്പിച്ചാൽ മതി. ഒന്ന് ആത്മപരിശോധന. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എൻ്റെ കൂടെയാണെങ്കിൽ, ദൈവം എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ലെന്ന് ദാവീദ് പറയുകയാണ്. ഓ, ദൈവം എനിക്ക് വലത്ത് ഭാഗത്ത് തണലായി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം പറയാം, ഞാൻ തകരത്തില്ല ഈ ദിവസങ്ങളിൽ. സ്തോത്രം. ആമേൻ. മിസ്രൈമ്യർ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് പോയേക്കാം, കാരണം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ദൈവം യുദ്ധം ചെയ്താൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. ഇന്നും ഇസ്രായേൽ നിർത്തി നിൽക്കുന്നതിന്റെ കാരണം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു കൊച്ചു രാജ്യം ഇന്നും പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം അവരുടെ സാമ്പത്തിക ശക്തി, അവരുടെ ബുദ്ധിമേന്മയല്ല, ദൈവം അവർക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും അവർ നിലനിൽക്കുന്ന ഒരു സത്യമാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്നൊരു ആമേൻ, ഒരു ദൈവവൈതലായി ദൈവം നമ്മളെ ആമേൻ തീർത്തിട്ടുണ്ടെങ്കിൽ വിശ്വാസപ്പെടണം, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിലും എൻ്റെ കുടുംബത്തിനകത്തല്ല, എത്ര വലിയ ആമേൻ സ്തോത്രം പ്രശ്നം ആമേൻ എൻ്റെ ജോലിക്കകത്തോ ഏതൊരു മണ്ഡലം എൻ്റെ ചുറ്റുവട്ടങ്ങളുള്ളവരോ അല്ലെങ്കിൽ എൻ്റെതായ ആമേൻ ബിസിനസ് മേഖലകൾ എവിടെയാണെങ്കിലും ആമേൻ ഈ ദിവസങ്ങളിലും ആമേൻ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ഒരു ആഭിചാരവും വിശ്വസിക്കുന്ന ദൈവമക്കളും അങ്ങനെ പേടിയുള്ളവരുണ്ടെങ്കിൽ വിശ്വാസം. ഒരാഭിചാരവും ഒരു മന്ത്രവാദവും എൻ്റെ മേൽ ഫലിക്കത്തില്ല. ദൈവം കൂടെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതെ, ദൈവത്തിൻ്റെ പ്രസാദമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവരോട് സംസാരിക്കും. അല്ലെങ്കിൽ ദൈവം സംസാരിക്കണമെന്ന് എത്ര താല്പര്യമുണ്ട്. എനിക്ക് വളരെ താല്പര്യം കൂടുതൽ. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിൻ്റെ ശബ്ദം എല്ലാ ദിവസവും കേൾക്കണം എന്നുള്ളതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഒരു ശബ്ദം കേൾക്കണം. എനിക്കൊരു ഒരു മണ്ഡലത്തിൽ തെറ്റിപ്പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ശത്രു ഒരുക്കുന്ന ഒരു ഘടിയും എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ക്ഷയമെടുക്കരുത്. കഴിഞ്ഞ ആളുകൾ എന്നെ വഴിതെറ്റിച്ച ആമേൻ പൈശാചികമായ ആമേൻ മണ്ഡലങ്ങൾ എൻ്റെ ജീവിതത്തെ ആമേൻ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ പലപ്പോഴും ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയ ആമേൻ അനവധി ദൈവിക ആലോചനകൾ ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ എന്നിൽ നിന്ന് ഈ ദിവസങ്ങളും കഥാവ് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് ഒരു ഉറപ്പ് തന്നാൽ പിന്നെ എത്ര വലിയ പ്രതികൂലമാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി 100% അതിൻ്റെ മേൽ നിവർത്തി ജയിച്ചിരിക്കും. യെസ് 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 യെസ്. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന് വേണ്ടി ഓരോ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തപ്പെടണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലിരിക്കാൻ. മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് ആഭിമുഖമായി സംസാരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. പുതിയ നിയമപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ തയ്യാറാകുകയാണ്. 20 ലക്ഷത്തിനകത്ത് ഒരു വ്യക്തിയോട് മാത്രം ദൈവം സംസാരിച്ചപ്പോൾ ഇന്ന് ഈ തലമുറയ്ക്കകത്ത് യേശു ക്രിസ്തുവിന് ശേഷമുള്ള തലമുറയ്ക്ക് പിന്നിൽ ശേഷം യേശുവിനെ വിശ്വസിക്കുന്നവർ, യേശുമായി സഹോദരത്വമുള്ളവർ, ആമേൻ സ്വർഗത്തിലെ പിതാവ് യേശുവിലൂടെ എന്നോട് ഇടപെടും. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നു.
എനിക്ക് സ്നേഹിതരില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആരുമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ല സ്നേഹിതനെ എൻ്റെ കർത്താവ് നമുക്ക് തന്നതിനായിട്ട്, ദൈവം നമുക്ക് തന്നതിനായിട്ട് എത്ര പേർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറായ? ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതെ, ആ ദൈവ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. അബ്രഹാമിനെ പറ്റി ദൈവം പറഞ്ഞത്, എൻ്റെ സ്നേഹിതനായ അബ്രഹാം, എന്നെ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമേ എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവം അബ്രഹാമിനെ ജീവിതത്തിൽ മമ്മരുടെ തോപ്പിൽ ഇറങ്ങി വരുമ്പോൾ ദൈവം എബ്രഹാമിനോട് പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. എബ്രഹാം ദൈവത്തോട് ചേർന്ന് നടക്കുകയാണ്. എബ്രഹാം ഒരു അനുഗ്രഹം പ്രാപിച്ചു കേട്ടോ. പക്ഷേ എബ്രഹാമിനോട് ദൈവത്തിന് പ്രസാദം തോന്നാനുള്ള കാരണം, അവൻ അനുഗ്രഹിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. എബ്രഹാം യാതൊരു ദുരുദ്ദേശവുമായിട്ടുള്ള ദൈവത്തിന് മുമ്പിൽ പോയത് ഒന്നും പ്രതീക്ഷിച്ചല്ല. ദൈവത്തിൻ്റെ കൂടാരവാതിക്കൽ വരുമ്പോൾ നിലം വരെ കുരിഞ്ഞ് ഒരു ഇളയ കാളക്കിടാവിനെ കൊടുത്ത് അവൻ ദൈവദൂതന്മാരെ മാനിക്കാൻ തയ്യാറായി അബ്രഹാമിനോട് ദൈവത്തിന്റെ വാഗ്ദത്തം കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നു. സ്തോത്രം. ഇന്നും നമ്മുടെ കൂടാരത്തിനകത്ത് കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവ സന്നിധിയിൽ ഈ ദിവസങ്ങൾ വിശ്വസ്തനായി നിൽക്കുക. അബ്രഹാമേ, ഞാൻ നിന്റെ ജീവിതത്തിന്റെ മേലുള്ള ദൈവപ്രവർത്തികൾ ഇതാ എങ്ങും ഓടണ്ട. നിന്റെ അടുത്തേക്ക് ഈ ദിവസങ്ങളിൽ ഒരു ദൈവിക പ്രവൃത്തി ഇറങ്ങി വരുന്ന നാളുകൾ മുമ്പിലുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വാസത്തോടെ പറയാം, നാളുകളായി ഞാൻ കാത്തിരിക്കുന്ന വിഷയങ്ങൾ, പ്രാർത്ഥിച്ച വിഷയങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ഇനി അനന്യമായി പോയെന്ന് ചിന്തിക്കുന്ന ചിലത് ഈ ദിവസങ്ങളിൽ ഞാൻ സ്ഥാനത്ത്, ഞാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ദൈവ സാന്നിധ്യം വിട്ടുകളയാതെ പുറകെ പോകുന്ന എബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യമുണ്ട്, എബ്രഹാമിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുമോ? അപ്പോൾ തൻ്റെ കുടുംബത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ ആപത്തിനെ പറ്റി ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് ദൈവം എബ്രഹാമിനോട് ഇടപെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിലും ദേശത്ത് വരാതിരിക്കുന്ന ചില കാര്യങ്ങൾ, കുടുംബത്തിനകത്ത് നടക്കാൻ പോകുന്ന ചില വിഷയങ്ങൾ, ദൈവത്തിൻ്റെ കരം ഭാരമായി പോകാൻ ചില മണ്ഡലങ്ങൾ, ആമേൻ, ദൈവമക്കളുടെ ജീവിതങ്ങൾ വെളിപ്പെടും. ഈ ദിവസങ്ങളിലും അതിനു മുമ്പിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ വിടുതൽ മാത്രമല്ല, അനേകരുടെ ജീവിതത്തിലെ വിടുതൽ എന്നിലൂടെ ഈ ദിവസങ്ങൾ ചെയ്തെടുക്കാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, ദേശങ്ങൾക്ക് വേണ്ടി ഇരുവിൽ നിൽക്കുവാൻ ചില വരാൻ പോകുന്ന വിപത്തുകൾ, ആമേൻ, ദൈവമക്കളെ അറിയിക്കാതെ ദൈവം വെറുതെ ഇരിക്കുന്നില്ല. ദൈവം ചിലത് ചെയ്യുമ്പോൾ തൻ്റെ പ്രവാചകന്മാരോട് സംസാരിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ അങ്ങനെ അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ അനുഭവമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അത് വെളിപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 1 തെസ്സലോനിയർ 4:1 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന്, അല്ലേ, ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ച് വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുനാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇനിയിപ്പോൾ നടപ്പ് കഴിഞ്ഞ നാളുകൾ നടന്നതുപോലെ പോരാ. ദൈവത്തിന് അധികമായി പ്രസാദിപ്പിക്കുവാനൊരു ഹൃദയം, അതെയോ തെസ്സലോനിയ സഭയെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ വരണം. കാരണം 1 തെസ്സലോനിയർ 4 അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രസ്താവിക്കുന്ന ലേഖനങ്ങളാണ് 1 തെസ്സലോനിയർ. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ തയ്യാറാകുക. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് മാത്രമേ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ഈ തലമുറയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശ്വാസമുള്ളപ്പോൾ യേശു വന്നാൽ യേശുവിനോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. ആര് പോയില്ലെങ്കിൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, വിശ്വാസമാണ്. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റിയെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ നേടിയതെന്ന് എനിക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവ് വരുമ്പോൾ ഞാൻ പോകാം.
ഹല്ലേലൂയ. എല്ലാം ഇട്ടേച്ച് പോകുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവെങ്കിൽ ആമേൻ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, നിങ്ങൾ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം. ആമേൻ. അതെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കാം, പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ളതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന് നമ്മളെപ്പറ്റി പൂർണ്ണമായിട്ടും അറിയാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും അല്പമൊക്കെ അറിയാൻ പറ്റുന്നുള്ളെങ്കിലും നമ്മളെ പൂർണ്ണമായിട്ടും ദൈവത്തിനറിയാം. അല്ലെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഓരോ വാക്കുകളെയും ഒരു ദിവസം സ്വതം അത് കണക്കെണ്ണുന്നൊരു ദിവസമുണ്ടെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതുപോലെ സൂക്ഷ്മമായി എന്നെ വ്യക്തമായിട്ടറിയുന്ന അല്ലെങ്കിൽ അത്ര അത്യുന്നതനായ, അത്ര സർവശക്തനായ, അത്ര സ്നേഹനിധിയായ, അത്ര അതിന് വാക്കുകളില്ല, അത്ര ഉന്നതനായ ദൈവത്തെയാണ് ഈ ഞായറാഴ്ച ദിവസം ആരാധിക്കുന്നത്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ആ ദൈവത്തിനൊന്ന് മഹത്വം നൽകുക. ഞങ്ങളുടെ പ്രധാന എയിം മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, കൊച്ചച്ഛനെ പ്രസാദിപ്പിക്കാനല്ല, സ്തോത്രം, ഇവിടെ ആരെയും പ്രസാദിപ്പിക്കാനല്ല, ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തയ്യാറായ ദൈവം എന്നെ കൂടെ നിൽക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, 139:6 പറയുകയാണ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം അത് ഉന്നതമായിരിക്കുന്നു. എൻ്റെ താഴോട്ട് വായിക്കാൻ നമുക്ക് പല കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. ദൈവത്തിന് എന്നെ പറ്റിയുള്ള പരിജ്ഞാനം ഒരുപാട് അത്ഭുതമുണ്ട്. അവിടെ പറയുന്നു, ഞാൻ എവിടെ പോയി പാർത്താലും ദൈവം എന്നെ, സമുദ്രത്തിന് അറ്റത്തിൽ പോയി പാർത്താലും ഇരുട്ട് മറയട്ടെ, എന്നെ മറയ്ക്കട്ടെ എന്ന് പറഞ്ഞാലും ആ ഇരുട്ട് പോലും ദൈവത്തിന് മറവല്ല. സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും, സമുദ്രത്തിന് അടിയിൽ പോയി മത്സ്യത്തിൻ്റെ വയറ്റിനകത്തായി തീർന്നാലും അവിടെയും ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എക്സ്റേ കണ്ണുകളല്ല, ലേസർ കണ്ണുകളല്ല, അതിനപ്പുറത്ത് ഓരോ ഡീറ്റെയിലും വ്യക്തമായി അറിയുന്ന സർവശക്തനെ ആരാധിക്കാൻ തലമുറ ഇഴനാല് പോലും എണ്ണുവാൻ കഴിയുന്ന ആ അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവന്റെ ആമേൻ മുമ്പിൽ എല്ലാം വെളിപ്പെട്ടിരിക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച കർത്താവേ, അല്ലെങ്കിൽ എനിക്ക് സാധിക്കത്തില്ല, പക്ഷെ സാധിക്കുന്ന ഒരുവന്റെ അടുക്കിലേക്കാണ് ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അങ്ങേ പ്രസാദിപ്പിക്കാൻ എന്റെ ശക്തി കൊണ്ട് എനിക്ക് കഴിയത്തില്ല. I need your grace. I need your grace. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ മറ്റൊരു ഭാഗത്ത് പറയാണ്, we want to walk fully pleasing. ആമേൻ. ദൈവത്തെ 100% പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ആരും ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ല. ജീവിച്ച ഒരുവനുണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജീവിച്ച യേശു ക്രിസ്തുവിനെ മരണത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അവന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിച്ചിരിക്കും. സ്തോത്രം. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കഴിയത്തില്ല. പക്ഷെ ദൈവം പറയാണ്, എൻ്റെ കൃപ മതി നിനക്ക്. ആമേൻ. അപ്പോൾ നമ്മൾ അനവധി വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടവും ദൈവ ഇഷ്ടവുമായിട്ട് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ, ഒരു ചലഞ്ച് വരുമ്പോൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കാറുണ്ട്. ആമേൻ. അപ്പോൾ പക്ഷേ ദൈവസന്നിധി ആശ്രയിക്കുന്നവനെ ദൈവം സഹായിക്കാൻ ദൈവം തയ്യാറാണ്. അല്ലെങ്കിൽ അതിനൊരു ആഗ്രഹം മതി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ പല വ്യക്തികളെയും നമ്മൾ അടുത്തറിയുമ്പോഴാണ് അവരിലുള്ള ചില കുറവുകളെ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും സ്തോത്രം. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമ്മൾ ചിരിക്കുകയും അല്ലേ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിലൊരു അടുത്ത് പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിൽ നമുക്ക് പലപ്പോഴും സ്തോത്രം ലക്ഷ്യമിടുമ്പോൾ അതിനകത്താണ് പലപ്പോഴും കോൺഫ്ലിക്റ്റ് വരുന്നത്. സ്തോത്രം.
എന്ന് പറഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിനകത്ത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദൈവിക പദ്ധതികൾ നമ്മുടെ ഇഷ്ടങ്ങളല്ലാതായി തീരുമ്പോൾ പലപ്പോഴും സ്തോത്രം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. ആമേൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം പൂർണ്ണമായിട്ടും ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം. കാരണം അത് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യസ് 2 കൊരിന്ത്യസ് 5:18-19 അവിടെ പറയുന്നു, അതിനൊക്കെയും ദൈവം കാരണഭൂതൻ. അവൻ തന്നോട് നിരപ്പിച്ച് കർത്താവിനെ ദൈവവുമായിട്ട് ഒരു സഹവർത്തിത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കത് വായിക്കട്ടെ. നമ്മൾ 2 കൊരിന്ത്യസ് 5 വായിച്ചത്. അതിന്റെ തുടർമാനമായിട്ടുള്ള വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്ത്യസ്. ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവുമായിട്ടുണ്ടായിരുന്ന ശത്രുത്വം, ദൈവത്തെ അറിയാതിരുന്നപ്പോൾ, രക്ഷിക്കപ്പെടാതിരുന്നപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. ആമേ എന്ന് എഫീഷ്യരുടെ ലേഖനത്തിൽ സമയമുള്ളപ്പോൾ നമുക്ക് വാക്യമായി വായിക്കാൻ താല്പര്യമുള്ളവർ എഫീഷ്യരുടെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം നമ്മുടെ രക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആകയാൽ നമ്മൾ എന്തായിരുന്നു? നമ്മൾ ജാതികളായിരുന്നു. അതിൻ്റെ 12 പറയുകയാണ്, നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളില്ലാത്തവരായിരുന്നു. നമ്മൾ എന്തായിരുന്നു മുമ്പ്? പക്ഷേ ഇപ്പോൾ എന്താണ്? ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാക്കി, ദൈവവുമായിട്ടുള്ള ശത്രുതയെ മാറ്റി ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദൈവമക്കളാണ് ഈ ഹോളിനകത്ത് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാലമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകും. വിളിയെയും തിരഞ്ഞെടുപ്പിനെയും വ്യക്തമായി ദിവസങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകുന്നുവെങ്കിൽ, അപ്പോൾ ഞാൻ എന്തായിരുന്നു? ഞാൻ എന്തായി തീർന്നിരിക്കുന്നു? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ദൈവം നമ്മളെ സമീപസ്ഥരാക്കി തീർത്തു. നമുക്കിന്ന് ദൈവവുമായിട്ട് സമാധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അസമാധാനം വരുന്നുണ്ടെങ്കിൽ ആമേൻ എവിടെയോ ദൈവവുമായിട്ടൊരു നിരപ്പാകേണ്ട മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് സമാധാനമില്ലാതെ വരുമ്പോൾ എനിക്ക് മനസ്സിലാകും എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. കർത്താവ് തന്ന സമാധാനം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. കർത്താവ് തന്ന സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. ഐ വാണ്ട് ടു കം ബാക്ക് ഇൻ ടു ദാറ്റ് യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള സഹവർത്തിത്വത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് എനിക്കൊന്ന് മടങ്ങി വരണം. ആമേൻ. അപ്പോൾ ക്രൂശിൽ മേൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? ആമേൻ. ദൈവവുമായിട്ട് പീസ് ഉണ്ടാക്കി. ദൈവമായിട്ടുള്ള ശത്രുതയെ ദൈവം മാറ്റി നമ്മളുമായിട്ടുള്ള പീസ് വന്നു. ദൈവത്തിന്റെ പ്രസാദം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ മേൽ വന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തോത്രിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ശത്രു പലതും പറഞ്ഞേക്കാം, പക്ഷേ നമ്മൾ ദൈവ മക്കൾ ആരാണെന്ന് നമ്മളെ ഇരുപക്ഷത്തെയും പുതു മനുഷ്യനാക്കി ദൈവം സൃഷ്ടിച്ചു. അവൻ വന്നിന് ദൂരത്ത്. അപ്പോൾ ഏകാത്മാവിനാൽ പിതാവിലേക്കുള്ള ആക്സസിനെ ദൈവം കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തയ്യാറാകുന്നവർ എന്ത് ചെയ്യണമെന്ന് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാൻ താല്പര്യപ്പെടുമ്പോൾ, എനിക്കെല്ലാം പറയാം, നമുക്കെല്ലാം ഒന്നും അറിയത്തില്ല. നമ്മളിപ്പോഴും പറയാറുള്ള പോലെ ചില കാര്യങ്ങൾ ആമേൻ നമ്മൾ പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് സ്വതന്ത്ര വചനത്തിന് വിരാമിടാം. 1 പത്രോസ് 2:5 അവിടെ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, ഹല്ലേലൂയ, കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുള്ള നിരപ്പ് കർത്താവ് നമുക്ക് കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിലായി തീർന്നവർക്ക് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നുവെങ്കിൽ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഈ ദിവസങ്ങൾ തയ്യാറെടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ദൈവമക്കളുടെ മേലിരിക്കും.
എത്ര പേർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ആത്മീയ ആരാധനയ്ക്ക് എനിക്കൊരു മാറ്റം വരുത്തണം. ആത്മീയ ആരാധന എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ഇങ്ങനെയുള്ളവരെ എൻ്റെ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. ആ മലയിലുമല്ല ജെറൂസലേമിലുമല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ആ സമയങ്ങൾ അല്ലെങ്കിൽ സമരക്കാരോട് പറയുകയാണ്, സമയങ്ങൾ കടന്നുപോയി. ഇനി ആരാധിക്കുന്നവർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സ്ഥാനങ്ങൾ കൊടുക്കേണ്ടത് മഹത്വം ശരീരമാകുന്ന വിശുദ്ധ മന്ദിരത്തിനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ടത് മഹത്വം കൊടുക്കാൻ തയ്യാറാകുക. ദൈവത്തിന്റെ പ്രസാദം ഈ ദിവസങ്ങളിൽ കടന്നു വരുന്ന നാളുകളുണ്ട്. അല്പസമയം കിട്ടിയ കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ സൺഡേ ക്രിസ്ത്യൻസ് ആയി തീരുമാനമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കഴിയുന്ന സമയമൊക്കെയും ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്ന സമയങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും ദൈവവുമായിട്ടുള്ള നമ്മുടെ ടച്ച് വിട്ടു പോകുന്നതിന് കാരണം പലപ്പോഴും നമ്മുടെ ആത്മീയ ആരാധനകളും പ്രാർത്ഥനകളും കുറഞ്ഞു പോകുമ്പോഴാണ്. ദൈവത്തിൻ്റെ ദൈവവുമായിട്ട് നമ്മളെപ്പോഴെല്ലാം നമുക്ക് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുമ്പോൾ, നമ്മുടെ സംസാരങ്ങൾ മാറ്റം വരുമ്പോൾ, നമ്മുടെ ഉദ്ദേശങ്ങളിൽ മാറ്റം വരുമ്പോൾ, ദൈവത്തിൻ്റെ ആ കൃപയിൽ നമ്മൾ നിൽക്കാതിരിക്കുമ്പോൾ വി ആർ മൂവിങ് എവേ ഫ്രം ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഏത് സമയത്തും മടങ്ങി വരുവാനുള്ള കൃപ ദൈവമക്കളുടെ മേൽ പകർന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാന എയിം ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഹോൾ വിട്ടു പോകുമ്പം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഈ ആഴ്ച എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ചിന്തകളിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഉദ്ദേശങ്ങളിൽ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ, എൻ്റെ ആത്മീയ ആരാധനക്കകത്ത് എൻ്റെ മെയിൻ ഉദ്ദേശം ദൈവത്തെ എങ്ങനെ എനിക്ക് പ്രസാദിപ്പിക്കണം. യേശു പറഞ്ഞു, എൻ്റെ പ്രധാന ഉദ്ദേശം ദൈവത്തെ, എൻ്റെ പിതാവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്നാണ്. എൻ്റെ ഭക്ഷണം മുഴുവൻ പോലും ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ചില ദൈവപ്രവൃത്തികൾ ഇതാ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകും. അങ്ങനെ ഒരു ആലോചന ഞാൻ വിശ്വസിക്കുന്നു. ചിലരോട് ദൈവത്തിന് ദൂതാണെന്ന് വിശ്വസിക്കുക. സ്തോത്രം, സ്തോത്രം. ചില കാത്തിരിപ്പിന് ദൈവം അന്ത്യം വരുത്താൻ പോവുക. വിശ്വസിക്കുന്ന മക്കളുണ്ട്. ചില കാത്തിരിപ്പിന് ദൈവം അന്ത്യം വരുത്താൻ പോവുക. അപ്പോൾ അവിടെ പറയുന്നു, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ ദൈവ സന്നിധിയിൽ നമുക്ക് കൂട്ടായ്മയിൽ ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരുവാൻ തയ്യാറാണോ? ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദം. ഹെബ്രായക്കാർക്ക് ലേഖനം അവിടെ പറയുന്നു, നമ്മുടെ ആത്മീയ ആരാധന നമ്മൾ ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. അതുകൊണ്ട് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ പറയുകയാണ്, അതുകൊണ്ട് 13:15 അതുകൊണ്ട് അവിടെ പറയുകയാണ്, ദൈവത്തിന് മുഖാന്തരം, അവൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ദിവസം ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ പ്രസാദം ഒരു ജീവിതത്തിൻ്റെ മേൽ കഥാവ് കടന്നു വരുവാടെയാകും. അപ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവവുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ കൂട്ടായ്മയിൽ നമ്മൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തമായി അറിയണമെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവുമാണെങ്കിലും, കൂട്ടുകാരാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും, നമ്മൾ തമ്മിൽ കൂടുതൽ അറിയുന്നത് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴല്ലേ? ആണോ? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവം നമ്മളെ മോശയോട് പറയാം, മോശ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുകയാണ്. മോശ പറഞ്ഞു, എനിക്കിവിടം വിട്ടു പോകണ്ടെന്ന്. ആരാധന ഒരു മടുപ്പാകത്തില്ല, പ്രാർത്ഥന ഒരു മടുപ്പാകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പ്രധാന സ്വഭാവം പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. സ്വതം പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഒരു ദിവസം ദൈവത്തിന് ശബ്ദം വെളിപ്പെട്ടു. ശരീരത്തിൻ്റെ ത്വക്ക് പോലും ഒരു തൻ്റെ വസ്ത്രം പോലും മിന്നുന്ന പ്രകാശമായപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ ഇറങ്ങി വരികയാണ്. പിതാവിൻ്റെ ഹിതം അറിയുവാൻ കർത്താവ് എപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുമായിരുന്നു.
നമുക്ക് എത്ര ആഗ്രഹമുള്ളവരൊന്ന് പ്രാർത്ഥിക്കുന്നു റൈറ്റ് നാവും. ഞാനും പ്രാർത്ഥിക്കാൻ പോവാം. സ്തോത്രം സ്തോത്രം. എത്ര വന്ന് ആഗ്രഹിക്കുന്നു യേശുവേ ഈ ദിവസം അങ്ങയോട് ചേർന്നിരിക്കുക, അങ്ങയോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ എനിക്കൊരു കൃപ വേണം കർത്താവേ. ഹാലെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവിനെ നമ്മളെ ദൈവം അറിയുക മാത്രമല്ല, നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയാൻ തുടങ്ങും. ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അൺലെസ് യു എവർ റെഡി അല്ല, എല്ലാം റെഡിമെയ്ഡൊന്നും കിട്ടത്തില്ല. സമയങ്ങൾ കർത്താവിനോട് കൂടെ ഇരിക്കാനുള്ള കൃപ ദൈവം എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പ്രത്യേക കൃപ ഇന്ന് പകലിൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാ പകരം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏൽപ്പിക്കുക. പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കൊരു മാറ്റം വരണം കർത്താവേ. രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ, മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ദൈവസന്നിധി ഇരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ദിവസം ആരാധിക്കാൻ തക്കവണ്ണം എനിക്ക് ഇടയാകുന്നില്ലെങ്കിൽ ഏൽപ്പിക്കുക കർത്താവേ. ഐ വാണ്ട് ടു വർഷിപ്പ് ഗോഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. അന്യഭാഷകൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. അതൊന്ന് മടക്കി തരണം, മടക്കി തരണം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കമാൻ 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 കമാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദം ഈ ദിവസങ്ങളിൽ നമ്മളെ മേലിരിക്കണമെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ ആരാധിക്കാൻ തയ്യാറാകണം. ദൈവവുമായിട്ട് ഈ ദിവസങ്ങൾ സമയം ചെലവഴിക്കാൻ തയ്യാറാകണം. മോശേ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുകയാണ്, നിന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഇതാ ഉത്തരം നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, യേശു പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രോസിൻ്റെയും പൗലോസിൻ്റെ അവിടെ തൻ്റെ അപ്പോസ്തലന്മാർ ഉറങ്ങുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുക. ഗെത്സമനയിൽ നോക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറുരൂപമലയിലും പത്രോസ് എന്ത് ചെയ്യുകയാണ്? പത്രോസ് അവിടെയും ഉറങ്ങുകയാണ്. ഈ ദിവസങ്ങൾ നമുക്ക് ഉറക്കം വിട്ടുണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പത്രോസ് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. പത്രോസ് പക്ഷേ ദൈവം അതിനെ മറികടന്ന് പത്രോസിനെ വിടിയിപ്പാടെ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും എന്ത് ചെയ്യുകയാണ്? കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വന്നു, ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വന്നു. കാരാഗ്രഹത്തെ ദൈവം പിടിച്ചു കുലുക്കി, അടിസ്ഥാനത്തെ ദൈവം കുലുക്കി. കുടുംബത്തിനകത്ത് ചില പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്താം. കുടുംബത്തിനകത്ത് ആരാധന നടക്കട്ടെ, മുറിക്കകത്ത് ആരാധന വെളിപ്പെടട്ടെ. എന്റെ മുഴങ്കാലുകൾക്കുള്ളിൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവം ചിലത് ചെയ്യാൻ പോവാം. വിശ്വസിക്കാൻ എത്ര മക്കളുണ്ട്? ഹല്ലേലൂയ. എന്നിലൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്വന്തം. കമാൻ ആമേൻ. അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ യേശുവേ അവിടുന്ന് പകരണമേ. സ്തോത്രം. ചില അന്യാരാധന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ പൊടിമാറട്ടെ. ദൈവശക്തിയുടെ ആഴങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. Yes, yes, right now. Hallelujah. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യേശു ഒന്നും ചെയ്തില്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നവിടെ. ദൈവം വീണ്ടും ഒരു ശബ്ദം കേൾപ്പിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പിതാവിനോടൊന്നും വിളിച്ച കഴിഞ്ഞ ദൈവത്തിന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ആരാധന വെളിപ്പെട്ടാൽ ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ പേരുണ്ട്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഒരു മാറ്റം. ഇതിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ പോലും ചെയ്യും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ചിലത് സംഭവിച്ചിരിക്കും. അത് പ്രാർത്ഥനാ മുറികളിലായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം, ദൈവ സഭയിലായിരിക്കാം. ആമേൻ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മക്കകത്ത് മാത്രമേ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയുള്ളൂ. ശക്തി കടന്നു വരുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപ ദൈവം തരും. പ്രവൃത്തി കൊണ്ട് ഒന്നും ഇത് സാധിക്കത്തില്ല. സ്തോത്രം. എനിക്ക് സാധിക്കത്തില്ല കേട്ടോ. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങിയാൽ ആമേൻ, പാപജഡത്തിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള ദൈവശക്തി ദൈവം എൻ്റെ മേൽ പകരുകയാണ്. അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. ഹല്ലേലൂയ. പാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. പാപശക്തിയുടെ മേൽ എൻ്റെ ശരീരത്തിൽ ദൈവം ജയം തന്നു. സ്തോത്രം. അതാണ് ദൈവശക്തിയാൽ നിറയണമെന്ന് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നത്.
കൂട്ടായ്മയിലേക്ക് വരണം എന്നൊക്കെ ഒത്തിരി പേരെ വിളിക്കുമ്പോൾ അവർ വിചാരിക്കും ഈ പാസ്റ്റർ എന്തോ ഉദ്ദേശമുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും ഹല്ലേലൂയ കർത്താവിനാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, നമ്മളൊക്കെയും ദൈവപ്രസാദമുള്ളവരായി മാറണം. അതിനൊരു വില കൊടുത്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആരൊക്കെ പറഞ്ഞായില്ലെങ്കിൽ ദൈവാത്മാവ് പറയുന്നവരെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. അല്ലെങ്കിൽ കർത്താവിനോട് ചോദിക്കും. ആമേൻ ആമേൻ. ദൈവം അവരുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കും, നമ്മുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കും. ദൈവവുമായിട്ട് ഈ ദിവസങ്ങളിൽ അടുത്ത് വരാൻ തയ്യാറാണോ? അതെ, ആ ജഡ സ്വഭാവമുള്ളവരെ ദൈവം ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് വേഗത്തിൽ നമുക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുമ്പോൾ നമുക്ക് വായിക്കാം. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. ഹല്ലേലൂയ, സാധിക്കത്തില്ല. സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യേശുവിൻ്റെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ നയിക്കുവാൻ തുടങ്ങി. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ പാപജഡത്തിൻ്റെ മേൽ നമുക്ക് ജയമെടുക്കാം. നമ്മുടെ മാനസിക തലങ്ങളിൽ ദൈവിക നിയന്ത്രണം നമ്മുടെ ജീവിതത്തിന് മേൽ വരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമുള്ള ശക്തിയല്ല, പാപജഡത്തിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള ദൈവശക്തി, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവശക്തി എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഫലമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എൻ്റെ ജഡം കൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ജഡത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ജഡത്തിൻ്റെ ചിന്തയും ദൈവിക ചിന്തയും ഇറ്റ് ഈസ് ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് പുള്ളിങ് ഈച്ച് അതർ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അതിൻ്റെ മേൽ ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ പാപജഡത്തിൻ്റെ ശക്തിയെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവശക്തി എൻ്റെ ജഡത്തിനകത്ത് വെളിപ്പെടണം. സ്തോത്രം. അവൻ ഇന്നലെ പകൽ എത്ര പേർന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ആ ശക്തി, അവൻ്റെ വിളിയാൽ ആശ മാത്രമല്ല അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. ആമേൻ. ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കും. കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് വലിയൊരു മണ്ഡലമാണ്. സ്തോത്രം. അതിൻ്റെ മേൽ നമ്മൾ ജയമെടുത്താൽ ഹല്ലേലൂയ പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും അഴിപ്പാനും ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിലുള്ള ചെയ്യുവാനും കഴിയണമെങ്കിൽ ജഡത്തിൻ്റെ മേൽ ജയം വേണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പിശാചല്ല, പാപവും ജഡവുമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ അകറ്റുന്ന നമ്മുടെ ജഡം തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ജഡത്തിൻ്റെ ചിന്ത നമുക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് പലപ്പോഴും എതിരായി മാറുമ്പോൾ പലപ്പോഴും മരണം പരിശുദ്ധാത്മാവിൻ്റെ ചിന്തയാണ് ജഡത്തിൻ്റെ ചിന്തയെന്ന് പലപ്പോഴും അതിനെ കൺഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ജഡത്തിൻ്റെ ചിന്ത എന്താണെന്നും ആത്മാവിൻ്റെ ചിന്ത എന്താണെന്നും എനിക്ക് ഈ ദിവസങ്ങൾ വെളിപ്പെടുവാനുള്ള കൃപ എൻ്റെ മേൽ ഭരണമേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരാണ്. ദൈവത്തിന് ഹിതം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ളവരായി ദൈവം തീരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ ഇന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ചെയ്യണം, പക്ഷേ അതിനപ്പുറത്ത് എൻ്റെ ഇഷ്ടം കർത്താവിൻ്റെ ഇഷ്ടമായി തീരണം. എൻ്റെ ജഡത്തിലുള്ള ഇഷ്ടമല്ല, ദൈവിക ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനുള്ളൊരു കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പല ദൈവഹിതമല്ലാത്ത ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ദൈവപ്രസാദം വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ ചിന്തിക്കുന്നതിനപ്പുറമായി ചില ദൈവപ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. താങ്ക് യു ജീസസ്. അവിടെ പറയുന്നു തിരുവചനത്തിൽ പറയുന്നു ലോക സ്നേഹം ദൈവത്തിലുള്ള ശത്രുതയാണ്. ആമേൻ. ഇതൊക്കെ പറയുമ്പം ആമേൻ പലർക്കും ചിലപ്പം ഇവിടെയല്ല സ്വന്തം എന്ന് പറയപ്പെടാത്ത അപ്പോൾ അവിടെ ദൈവത്തോട് ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് തിരുവചനം പറയുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ എല്ലാവരും ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. ലോകത്തിനെല്ലാം തെറ്റാണെന്നല്ല, ദൈവഹിതമല്ലാത്ത ലോകത്തിൻ്റെതായ കാര്യങ്ങൾ, അത് പാപത്തിൻ്റെതായ പ്രവൃത്തികളിലേക്ക്, ഇരുട്ടിൻ്റെതായ പ്രവൃത്തികളിലേക്ക് ആമേൻ അതുമായി നമ്മൾ ചേരുമ്പോൾ ആമേൻ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ തക്കവണ്ണം ഇടയാകും.
സ്തോത്രം. അപ്പോൾ സമ്മിശ്ര ജാതിയായിരുന്നു ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവവാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയാകാതിരുന്നതിൻ്റെ കാരണം അന്നുണ്ടായിരുന്ന ഹെബ്രായക്കാരല്ലായിരുന്നു, ആ ഹെബ്രായ ബ്ലഡ് ലൈനിലുള്ളവരല്ലായിരുന്നു. അന്ന് ദൈവത്തോട് മറുതലിച്ചവർ ജഡത്തിലുണ്ടായിരുന്ന, ആത്മീയമായി പറഞ്ഞാൽ അവരാണ് ദൈവത്തോട് ദുരാഗ്രഹികൾ. അവർ അവിടെ ഉണ്ടായിരുന്ന ജാതികളും യഹൂദന്മാരുമായിട്ട് ചേർന്ന് അവരെ വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന സമ്മിശ്ര ജാതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമ്മിശ്ര ജാതിയാണ് ദൈവത്തിന് വിരുദ്ധമായി കംപ്ലൈൻറ്റ് ചെയ്തവർ. ഒരാൾ പറഞ്ഞത് മത്സ്യം, വെള്ളരിക്ക, മത്തുണ്ണി, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി ഇതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു, ഇന്ന് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് മറുതലിച്ചത് ജഡമായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിലും നമുക്ക് ആ ഒരു ജഡത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ഒരു ദൈവിക സ്വഭാവത്തിലേക്ക് ദൈവത്തിന് നന്ദി പറയുന്നവരായി നമുക്ക് മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ചില കാര്യങ്ങൾ മാത്രം ജസ്റ്റ് തുടർന്ന് പോവുകയാണ്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം ഈ ദിവസങ്ങൾ വർദ്ധിക്കാനിടയാകണം. കർത്താവിൻ്റെ ദൈവസഭയിൽ നമ്മൾ ഈ ദിവസങ്ങളിലും ഒരു കർത്താവിൻ്റെ മണവാട്ടി സഭയായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മണവാട്ടിയായി, മണവാളിന് വേണ്ടി എപ്പോഴും മണവാട്ടി കാത്തിരിക്കുന്നത് മണവാളിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. വിവാഹ നിശ്ചയം, ദൈവസഭയെ വിവാഹ നിശ്ചയം ചെയ്തിട്ട് കർത്താവ് പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മണവാട്ടി സഭ മണവാളനെ എതിരേൽക്കും പ്രസാദിപ്പിക്കണം. അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അതിനുവേണ്ടി ഈ ദിവസങ്ങൾ നമുക്കൊന്ന് തയ്യാറെടുക്കാം. മണവാളം തയ്യാറായി സ്തോത്രം. നമുക്ക് മണവാളിനെ എതിരേൽക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമുക്ക് ഒരുങ്ങാൻ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.